السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله. عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ولا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. أنتم ولا آباؤكم إياكم وإياهم لا يفتنونكم ولا يضلونكم. رواه مسلم. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. يا سيدي سندي غوثي ويا مددي كن لي ظهيرا على الأعداء بالمدد. مجير عرضي وخذ بيدي مدى مددي. خليفة الله فينا محيي الدين. يا محيي الدين يا محيي الدين يا محيي الدين يا عبد القادر جيلاني. ഏറ്റവും ബഹുമാനമുള്ള ഇന്ന് ഇവിടെ നടക്കുന്ന മഹാനായ പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ അനുസ്മരിക്കുക. അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അല്ലാഹു തആല വെറുത്തതിനെ വെറുക്കലും അല്ലാഹു തആല കൽപ്പിച്ചതിനെ സ്വീകരിക്കലും അല്ലാഹു തആല നിരോധിച്ചതിൽ നിന്നും മാറി നിൽക്കലും ആണ് ഇസ്ലാം. നമുക്കറിയാം ഇസ്ലാമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. ഈ ദുൽഹജ്ജ് മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മനുഷ്യരാശിയെ പറഞ്ഞറിയിക്കാതെ തന്നെ കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസ ദേശഭേദമന്യേ എല്ലാവർക്കും അറിയാം. മുസ്ലിങ്ങൾക്ക് ഹജ്ജിന്റെ മാസമാണ് ദുൽഹജ്ജ്. ബലിപെരുന്നാൾ, വലിയ പെരുന്നാൾ എന്ന് പറയുന്ന ബലിപെരുന്നാൾ ഈദുൽ അദ്ഹ ഉദ്ഹിയ്യത്തിന്റെ മാസമാണ്, ഹജ്ജിന്റെ മാസമാണ്. എന്താണ് ഹജ്ജിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്ന് 63-ലധികം വരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും അല്ലാത്ത നാടുകളിൽ നിന്നും ലക്ഷക്കണക്കായ ആളുകൾ വിശുദ്ധമായിരിക്കുന്ന മക്കയിലും മദീനയിലും വന്ന് ഹജ്ജിന്റെയും ഉംറയുടെയും സിയാറത്തിന്റെയും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തിരിച്ചു വന്നിരിക്കുന്ന സമയമാണത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ്. ഇസ്ലാം കാര്യം 5ആണ്, ഈമാൻ കാര്യം 6ആണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങൾ 6.
ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ 5 അങ്ങനെ 6+5 11 കാര്യങ്ങളുടെ തൂണുകളിൽ നിലയുറപ്പിച്ച മതത്തിന്റെ പേരാണ് ഇസ്ലാം. 15 തൂണുകളുടെ മുകളിൽ നിലനിൽക്കുന്ന മതത്തിന്റെ പേരാണ് ഇസ്ലാം. അതിൽ ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണ് ഹജ്ജ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ഇഖാമുസ് സ്വലാത്ത് വ ഈതാഉസ് സകാത്ത് വ സൗമു റമളാൻ വ തഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ഇസ്ലാം കാര്യത്തിന്റെ 5ാമത്തെ കാര്യത്തിൽപ്പെട്ട കർമ്മമാണ് ഹജ്ജ്. ആരൊക്കെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്? മനിസ്തതാഅ ഇലൈഹി സബീലാ. ആ ഹജ്ജിലേക്ക് സാമ്പത്തികമായും ശാരീരികമായും യാത്രാപരമായും കഴിവുള്ള പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള മുസ്ലിമീങ്ങളായ ആണുപെണ്ണുങ്ങൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ആ ഹജ്ജ് ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ്. ആ ഹജ്ജിന്റെ പ്രത്യേകത എന്താണ്? ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം ഏതാണ്? അറഫയിൽ നിൽക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജു അറഫ. അറഫയിൽ നിൽക്കലാണ് ഹജ്ജ്. ഹജ്ജിന്റെ വേറെ ഏത് പ്രവർത്തനം ഒഴിഞ്ഞു പോയാലും അതിന് ഫിദിയ കൊടുത്ത് പരിഹരിച്ചുകൊണ്ട് ഹാജിക്ക് ഹാജിയാവാം. പക്ഷേ ഏത് അവസ്ഥയിലായാലും ഹജ്ജിന്റെ കർമ്മങ്ങളിൽ വിശുദ്ധമായ അറഫയിൽ നിൽക്കുക എന്നുള്ള ആ പർട്ടിക്കുലർ സമയത്ത് ആ സ്ഥലത്ത് ഒരു സെക്കൻഡ് സമയമെങ്കിലും ഹാജരാകാൻ പറ്റാത്തവന് ആ വർഷത്തെ ഹാജിയുടെ ലിസ്റ്റിൽ പെടൂല. അപ്പൊ അറഫയിൽ നിൽക്കലാണ് ഹജ്ജ്. അറഫ എന്ന് പറഞ്ഞാൽ കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടുകിടക്കുന്ന പ്രവിശാലമായ ഒരു മൈതാനമാണ് അറഫ. ആ വാചകത്തിന്റെ അർത്ഥം എന്താണ്? അറിഞ്ഞു. എന്താണ് അറഫയിൽ നിൽക്കുന്നതിന്റെ പിന്നിലുള്ള ചരിത്രം? ഹജ്ജിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഉംറയുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ബഹുമാനിച്ച മഹാന്മാരെ ബഹുമാനിക്കാൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതിൽ വളരെ വെരി ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അറഫയിൽ നിൽക്കുക. അറഫയിൽ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആരെ അനുസ്മരിക്കാനാണ്? മനുഷ്യലോകത്തിന്റെ പിതാവാണ് ആദം നബി അലൈഹിസ്സലാം. ഈ മജ്ലിസിൽ ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട്, ഇനി രണ്ടും അല്ലാത്തവരും ഉണ്ടാവാ ചിലപ്പോ. പക്ഷേ ഇതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മളെ പറ്റി ഇസ്ലാം മതം നമ്മളോട് പറഞ്ഞത്, ഇവിടെയുള്ള ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ട്രംപ് ആയാലും നെതന്യാഹു ആയാലും വ്ളാദിമിർ പുടിനായാലും നരേന്ദ്രമോദിജി ആയാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശനായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനായാലും നമ്മളൊക്കെ ഒരു പാപ്പാടി ഉമ്മാടി മക്കളാണ് കേട്ടോ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ ഞാൻ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് പടച്ചത്. നമ്മുടെ എല്ലാവരുടെയും വാപ്പന്റെ 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 പേരാണ് അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. ആദം നബിയുടെ വാപ്പാരാ. ആദം നബിക്ക് വാപ്പല്ല. ആദം നബിനെ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയത്? നുതുഫത്ത് എന്നല്ല, ബീജത്ത് എന്നല്ല ആദം നബിനെ ഉണ്ടാക്കിയത്. ആദം നബിനെ ഒരു പിടി മണ്ണിൽ നിന്നാണ് പടച്ചത്. അല്ലാഹുവിനെ സൃഷ്ടിക്കാൻ അവന് ഇഷ്ടമല്ലേ എന്നൊക്കെ എന്തുണ്ടാക്കാൻ അല്ലാഹുവിന്റെ കഴിവ് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്താണ്. ഒരു പിടി മണ്ണിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ. ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്, ഈ മണ്ണിലേക്കാണ് നിങ്ങളെ മടക്കുന്നത്. ഇനിയൊരു വേള ഈ മണ്ണിൽ നിന്ന് രണ്ടാമതും നിങ്ങളെ ഞാൻ പുനർജീവിപ്പിക്കുന്ന ദിവസം വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഒരുപടി മണ്ണിൽ നിന്നാണ് പടച്ചത്. അതുകൊണ്ട് ആദം നബിയുടെ വാപ്പാര എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ആദം നബിക്ക് ബാപ്പിയില്ല, ഉമ്മയില്ല. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു നേരെ പഠിച്ചു. ആദം നബിയുടെ വലത്തെ വാരിയിൽ നിന്ന് ഒരു വാരിയല് ഊരിയിട്ട് അതിൽ നിന്ന്
നിന്നാണ് മനുഷ്യലോകത്തിന്റെ മുഴുവൻ ഉമ്മച്ചിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ പടച്ചത്. അപ്പൊ നമ്മളൊക്കെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും നായരായാലും ചെറുവനായാലും പുലയനായാലും മുസ്ലിമായാലും ജോസഫായാലും ആമിനായാലും നബീസായാലും ത്രേസ്യാമ്മയായാലും ശോഭ ചേച്ചി ആയാലും എല്ലാം ഒരു ബാപ്പാടി ഉമ്മാടി മക്കളാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. നിങ്ങളൊരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് നിങ്ങളൊക്കെ. വജഅൽനാകും ശുഊബൻ വഖബായിൽ. നിങ്ങളെ ചില ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കി മാറ്റിയത് എന്തിനാണെന്നറിയോ? ലിതആറഫു. നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടൻ ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ, അത്ഖാകും, നിങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ ഭയക്കുന്നവനാണ്, സൂക്ഷിക്കുന്നവനാണ്. കേട്ടോ, ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെയൊക്കെ മനുഷ്യവർഗത്തിന്റെ പിതാവായ ആദം നബി അലൈഹിസ്സലാം, മനുഷ്യവർഗത്തിന്റെ ഉമ്മയായ ബീബി ഹവ്വാ റളിയല്ലാഹു അൻഹാ, രണ്ടാളെ അല്ലാഹു തആല കൊണ്ടുപോയി ആക്കിയത് ആദ്യം എവിടെ? സ്വർഗത്തിലാണ്. നമ്മുടെ ബാപ്പയും സ്വർഗത്തിൽ ഇങ്ങനെ സുഖമായി ജീവിക്കുക. പോലീസ് സ്റ്റേഷനില്ല, സ്വർഗത്തില് മരിക്കലില്ല, സ്വർഗത്തില് വയസ്സാവലില്ല, സ്വർഗത്തില് കോടതിയില്ല, സ്വർഗത്തില് മൂത്രമൊഴിക്കലുമില്ല, അപ്പിടലുമില്ല. കേട്ടോ, ആ സ്വർഗത്തില് എപ്പോഴും ഹാപ്പി 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 ഹാപ്പി, ദുഃഖമില്ല, വിഷമല്ല, പ്രയാസമില്ല. ആ സ്വർഗത്തിൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കായിരുന്നു ആദം നബി ഹവ്വാ ബീവിയും കൂടി. ഔത്താല ആദം നബിയോട് ഹവ്വാ ബീവിയോടും പറഞ്ഞു എല്ലാ സുഖവും മധുവും മധുരക്കനിയൊക്കെ ഭുജിക്കുക നീയെ, അക്കാണും ഷജറിൽ നിന്ന് പറിക്കരുതാക്കനിയെ, അപകടത്തിന്റെ പെരുവഴിയാം ഖല്ലാഖിന്റെ തിരുമൊഴിയാം. വലാ തഖറബാ ഹാദിഹി ഷജറത ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബിയോടും ഹവ്വാ ബീവിനോടും അല്ലാഹു പറഞ്ഞു, സ്വർഗത്തിൽ നിങ്ങൾ അടിച്ചോളൂ, പൊളിച്ചോളൂ, തിന്നോളൂ, കുടിച്ചോളൂ, ഉറങ്ങിക്കോളൂ, എന്തു ആയിക്കോളൂ. ആ കാണുന്ന ഒരു മരമുണ്ടല്ലോ, ആ മരത്തിലേക്ക് നിങ്ങൾ അടുക്കതിന്റെ കായ തിന്നരുത്, ഭക്ഷിക്കരുത്. തിന്നാൽ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്വർഗത്തുനിന്ന് പുറത്തു പോകേണ്ടി വരും. അല്ലാഹു തആല പറഞ്ഞു, പക്ഷേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടെ ചെന്നിട്ട് അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞ് ചാക്കിലാക്കി സോപ്പിട്ട് കുപ്പിയിലാക്കിയിട്ട് അതിൽ നിന്നൊരു പഴം പറിച്ചിട്ട് ഒരു കഷ്ണം ആദം നബിയുടെ വായിൽ വെച്ചു കൊടുത്തു ഹവ്വാ റളിയല്ലാഹു അൻഹാ. വലിയ കഷ്ണം ഹവ്വാ ബീവി വിഴുങ്ങി, ചെറിയ കഷ്ണം ആദം നബിയും വിഴുങ്ങി. രണ്ടാളുടെയും വയറിലേക്ക് ഈ ഭക്ഷ്യവസ്തു ഇറങ്ങിപ്പോയാൽ ആ പഴം കടിച്ചാലുള്ള കുഴപ്പമെന്താണെന്നറിയോ? ആ പഴം കഴിച്ചാൽ സ്വർഗത്തിൽ മൂത്രയിക്കേണ്ടി വരും, ആ പഴം കഴിച്ചാൽ സ്വർഗത്തിൽ കാഷ്ടിക്കേണ്ടി വരും. അത് രണ്ടിനും പറ്റിയ ലോകമല്ല സ്വർഗം. ആ പഴം കഴിച്ചാൽ വസ്ത്രം എടുക്കേണ്ടി വരും. സ്വർഗത്തിൽ നമ്മുടെ വസ്ത്രം ഈ കാണുന്ന ഷർട്ടും കുപ്പായും കന്തൂരും പാന്റും ഷർട്ടും ഒന്നല്ലോ. സ്വർഗത്തിൽ നമ്മുടെ വസ്ത്രം ഈ കാണുന്ന നഖങ്ങളായിരുന്നു. നഖം ശരീരത്തിൽ മൊത്തം മൂടപ്പെട്ടതായിരുന്നു. ഈ ഭക്ഷണം കഴിച്ചപ്പോഴാണ് നമ്മുടെ ശരീരം മതാനഗ്നമായി പോയി. അപ്പിടേണ്ട സമയമായി, മൂത്രമൊഴിക്കേണ്ട സമയമായി. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ രണ്ടാളും സ്വർഗത്തുനിന്ന് പുറത്തു പോകണോ. ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി സറന്ദീപ് എന്ന് പറയുന്ന ശ്രീലങ്കയിലോ, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോയി സൗദി അറേബ്യയിലെ ജദ്ദ എന്ന് പറയുന്ന ജിദ്ദയിലും ഇറക്കി. രണ്ടാളും വർഷങ്ങളോളം കാണാതെ പിരിഞ്ഞു നടന്ന് ഒറ്റയ്ക്ക് ലോകത്തുനിന്ന് നടന്ന് അവര് ദുആയിരുന്നു, റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് ദുആ ചെയ്ത് അവസാനം ഒരു ദുൽഹജ്ജ് മാസം 9 ഇന്ന് നമ്മൾ അറഫയിൽ നിൽക്കുന്ന സമയത്ത് അറഫ മരുഭൂമിയിൽ വെച്ചിട്ട് ആദം നബിയും ഹവ്വാ ബീവിയും കണ്ടുമുട്ടുകയാണ്. അവർ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുകയാണ്. അല്ലാഹു അവരുടെ പ്രായശ്ചിത്തം സ്വീകരിക്കുകയാണ്. മനുഷ്യ കുലത്തിന്റെ ബാപ്പയായ ഉമ്മയായ ഉമ്മബാപ്പാരുടെ തൗബ സ്വീകരിച്ച പ്രായശ്ചിത്തം സ്വീകരിച്ച സ്ഥലമാണ് അറഫ. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ മനുഷ്യരും, ഹജ്ജിൽ ചെയ്യുന്ന എല്ലാവരും അറഫയിലൊന്ന് നിൽക്കണം മോനെ. നമ്മുടെ വല്ലുപ്പാന്റെ വല്ലുപ്പയായ ആദം നബിനെ ഒന്ന് സ്മരിക്കാൻ, ഹവ്വാ ബീവിയെ ഒന്ന് സ്മരിക്കാൻ. മഹാന്മാർ
മഹാന്മാരെ സ്മരിക്കലാണ് ഏത് ഇബാദത്തും. നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുത്ത് നോക്കി. മഹാന്മാരെ സ്മരിക്കലാണ് അറഫയിൽ നിൽക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും ഓർമ്മിപ്പിക്കലാണ്. അതിനാണ് നമ്മളോട് അറഫയിൽ നിൽക്കാൻ പറഞ്ഞത്. ആ മരുഭൂമിയിൽ നമ്മൾ വെറുതെ പോയി നിൽക്കാനല്ല. നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർക്കണം, അല്ലാഹ് ഇവിടല്ലേ ആദം നബി നിന്നത് അലൈഹിസ്സലാം, അല്ലാഹ് ഇവിടല്ലേ ഹവ്വാ ബീവി നിന്നത് റളിയല്ലാഹു അൻഹ. നമ്മുടെ കൽബിൽ ആ ഓർമ്മ ഉണ്ടാവണം. ഇനി ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഏത്? സഫ മർവ എന്ന് പറഞ്ഞ രണ്ട് മലകളുടെ കുന്നിന്റെ ഇടയിൽ 7 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അതിന് അറബി പറയുന്ന പേരാണ് സഅയ്. പരിശുദ്ധ ഖുർആനില് എല്ലാം പ്രതിപാദിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഖുർആനില് പറഞ്ഞ 2 മലയാണ് സഫ മർവ. ലോകത്തിലെ ഏറ്റവും വലിയ മല ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം ഏതാ? നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, എവറസ്റ്റ് കൊടുമുടി. ലോകത്തിലെ ഏറ്റവും വലിയ മലന്റെ പേര് മൗണ്ട് എവറസ്റ്റ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തേ അള്ളാഹ്ക്ക് വിവരം ചെയ്യണ്ടേ? അതും അള്ളാഹ് പഠിച്ചതല്ലേ. എവറസ്റ്റിനെ പറ്റി ഖുർആനിൽ ഒരു ആയത്തുണ്ടോ? ഇല്ല. പക്ഷേ സഫാ മർവനെ പറ്റി അന്ന് ഖുർആനിൽ പറഞ്ഞു. എന്താ പറയണത്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫാ മർവ എന്ന് പറഞ്ഞ 2 കുന്ന് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ആ പറഞ്ഞ അല്ലാഹ്ക്ക് ഇങ്ങനെ പറയാറുന്നില്ലേ, ഇന്നൽ എവറസ്റ്റ് വാബിൽ ഖുബൈസ മിൻ ശആഇരില്ലാഹ്. ഒരു ആയത്താണ്ട് പറയാറുന്നില്ലേ? എന്താ അള്ളാഹ്ക്ക് വിവരം ചെയ്യണ്ടേ? അള്ളാഹ്ക്ക് അല്ലെങ്കിൽ ഗ്രാമർ അറിയാണ്ടേ? ഇന്നൽ എവറസ്റ്റ് വാബിൽ ഖുബൈസ മിൻ ശആഇരില്ലാഹ് എന്നൊരു ആയത്തില്ലല്ലോ. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫാ മർവ 2 അല്ലാഹുവിന്റെ ദൃഷ്ടാന്താണ്. എന്തേ കാരണം? 4000 ചില്ലാനം കൊല്ലം മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവിടുത്തെ ഭാര്യയായ പ്രിയപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബത്തിൽ ചെന്നുകൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൂട്ടിച്ചെന്നുകൊണ്ട് ഹാജറ ബീവിയെയും അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും തനിച്ചാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ അല്ലാഹുവിന്റെ ഭവനമായ കഅബയിൽ ഏൽപ്പിച്ചു. അല്ലാഹുവിന്റെ ഭവനമായ കഅബയിൽ ഏൽപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അവരെ മക്കത്ത് ഉപേക്ഷിച്ചു പോരാൻ. അപ്പോ ഒരു തുള്ളി വെള്ളമില്ല, കയ്യിൽ ഭക്ഷണമില്ല, മൊബൈലില്ല, പൈസ ഇല്ല. ഹജറ ബീവി റളിയല്ലാഹു അൻഹ വെള്ളം കിട്ടാതെ നട്ടം കറങ്ങിയപ്പോൾ സഫ എന്ന് പറയുന്ന മല കണ്ടു. അതിന്റെ മുകളിൽ കയറി 4 ഭാഗം നോക്കി, വെള്ളമുണ്ടോ ഇല്ല. അവിടെ നിന്ന് ഇറങ്ങി കീപ്പോട്ട് ഇറങ്ങി നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഓടി. പിന്നെ മറുവ എന്ന് പറയുന്ന മലന്റെ മുകളിൽ കയറി. അവിടെയും നോക്കി, വെള്ളമുണ്ടോ, വെള്ളമില്ല. അങ്ങനെ മറുവയെന്ന് ഇറങ്ങി സഫേ കയറി, മറുവേ കയറി, മറുവയെന്ന് ഇറങ്ങി സഫേ കയറി, സഫേന്ന് ഇറങ്ങി മറുവേ കയറി. ഇങ്ങനെ 7 വട്ടം 3.25 കിലോമീറ്റർ ദൂരമുണ്ട് സഫാ മർവന്റെ ഇടയിൽ 7 വട്ടം നടക്കണമെങ്കിൽ. സുഹൃത്തുക്കളെ, അങ്ങനെ ആ മലന്റെ ഇടയിലൂടെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം ഉറവ പൊട്ടി കൊടുക്കുന്നത്. എവിടെ? ഇസ്മായിൽ എന്ന പ്രിയപ്പെട്ട കുഞ്ഞിനെ കഅബത്തിന്റെ തൊട്ടടുത്ത് കിടത്തിയിട്ടാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ വെള്ളമഞ്ഞടിച്ചു പോയത്. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കിടന്ന കാലിന്റെ ചുവട്ടിൽ നിന്ന് ഉറവ പൊട്ടിയതാണ് സംസം. ഹജറ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാചകമാണ് സംസം. അത് ഫാരിസി ഭാഷയാണ്, അറബിയല്ല. സംസം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സ്റ്റോപ്പ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ ചുവട്ടിൽ നിന്ന് ഉറവ പൊട്ടിയപ്പോൾ മക്കയിൽ മുഴുവൻ ജലപ്രളയമാകുന്ന രൂപത്തിൽ ആ വെള്ളം അങ്ങ് പോകാൻ തുടങ്ങിയപ്പോൾ ഹജറ ബീവി റളിയല്ലാഹു അൻഹ പേടിച്ചിട്ട് പറഞ്ഞതാണ് സംസം, നിക്ക്. അല്ലായിരുന്നുവെങ്കിൽ ലോകം മുഴുവൻ പ്രളയമാകുന്ന ജലം വരുമായിരുന്നു. ഇപ്പോഴും നിങ്ങൾ കണ്ടോ, 40, 50, 60 ലക്ഷം ആളുകൾ ഹജ്ജിന് പോയിട്ട് ഒരു ദിവസം എത്ര ലിറ്ററാണ് അവർ കുടിച്ചത്? എത്രയാണ് കന്നാസിൽ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? എന്നിട്ട് ആ സംസം കിണറൊന്നു പറ്റിയിട്ടുണ്ടോ? 4500 കൊല്ലം മുമ്പ് വന്ന സംസമിന്റെ ഉറവ സംസം കിണർ വറ്റിക്കാൻ ഒരു ചരിത്രത്തിൽ ഒരാൾക്കും സാധിച്ചിട്ടില്ല. കാരണം മുത്തനബി പറഞ്ഞു, സംസമിന്റെ ഉറവയുടെ രഹസ്യം എവിടുന്നാണ്? അതിന്റെ കരുവരുന്നത് സ്വർഗത്തിൽ നിന്നാണെന്ന് ഖാല റസൂലുള്ളാഹ്
സ്വർഗത്തിലെ നദിയിൽ നിന്നാണ് സംസമിന്റെ ഉറവയുടെ കരു വരുന്നത്. ഞാൻ പറഞ്ഞത് ഈ സഫാ മർവന്റെ ഇടയിൽ 7 വട്ടം നടക്കുന്നതിനാണ് സഅയ് എന്ന് പറയുന്നത്. ഏത് മുതലാളി ഹജ്ജിന് പോയാലോ, ഏത് തൊഴിലാളി ഹജ്ജിന് പോയാലോ, ഏത് പ്രധാനമന്ത്രി പോയാലോ, ഏത് സിനിമാ നടൻ പോയാലോ, ഏത് കൊലകമ്പം പോയാലോ സഫാ മർവന്റെ ഇടയിൽ നടക്കണോ. നടക്കാൻ താക്കത്തില്ലാത്തവരെ ഉന്തണോ, അതിനും പറ്റാത്തവരെ ചുമന്നുകൊണ്ട് പോകണോ. സഅയ് നിർബന്ധമാ. കാരണം എന്തിനാണ് അന്ന് നടന്നതിന് ഇപ്പൊ നടക്കുന്നത്? ഹാജറ ബീവിക്ക് അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട പെണ്ണാണ് ഹാജറ ബീവി. അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട മകനാണ് ഇസ്മായിൽ. അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം. അള്ളാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ ഖിയാമത്ത് നാൾ വരെ അവര് നടന്നോടുത്ത് കൂടങ്ങളും നടക്കണോ. നടന്നാ മാത്രം മതിയോ? സഫാ മർവന്റെ ഇടയിൽ നടക്കുമ്പോ ഒരു സ്ഥലത്ത് പച്ചലേറ്റ് കത്തുന്നുണ്ട് ഇങ്ങനെ. എന്താ അവിടെ? അവിടെ ഹാജറ ബീവി ഓടിയതാണ്. അവിടെ നമ്മളും ഇങ്ങനെ ഒന്ന് സ്പീഡിൽ ഒന്ന് ഓടണം. അങ്ങനെ നടന്നാ പോരാ കേട്ടോ. അത് ശക്തിയായ സുന്നത്താണ്. അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ഇസ്ലാം. അത് കല്ലാണെങ്കിൽ കല്ലിനെ ബഹുമാനിക്കണം കേട്ടോ. കല്ലിനും മണ്ണിനും ഒരെണ്ണത്തിനും ആരാധന ചെയ്യാൻ പാടില്ല അല്ലാഹുവിനല്ലാതെ. ഇസ്ലാമിന്റെ അടിസ്ഥാനം അതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനയ്ക്ക് അർഹതയുള്ളവൻ അല്ലാഹ് ഒരുവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇസ്ലാമിലില്ല. ആരുടെ മുമ്പിലും അത് പറയാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ് കേട്ടോ. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലിട്ട് തൂക്കിക്കൊല്ലാൻ വേണ്ടി കഴുത്തിൽ ഇങ്ങനെ കുളത്തിട്ട് വെച്ചപ്പോ ഖുബൈബ് തങ്ങളോട് പ്രതിപക്ഷത്തിലുള്ള ശത്രുക്കൾ പറഞ്ഞു, ഖുബൈബേ, അല്ലാഹു മാത്രമല്ല മറ്റുള്ളവരും ദൈവമാണ്. ദൈവങ്ങൾ ഒരുപാടുണ്ട്, പടച്ചോന്മാർ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിന്നെ കൊലക്കയറുന്ന് ഇറക്കാം ഖുബൈബേ. ഖുബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി കൊന്നാലും, നിങ്ങൾ എന്റെ ശരീരത്തിന് നോവിപ്പിച്ചാലും ഞാൻ ഈ കഴുമരത്തിൽ കിടന്നുകൊണ്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവൻ മാത്രമാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കതായിരുന്നു. അതാണ് ഇസ്ലാം. ആരാധനയ്ക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവനാണ്. കല്ലിന് ആരാധിക്കാൻ പാടില്ല, അതുപോലെ മുള്ളിന് ആരാധിക്കാൻ പാടില്ല, ഒന്നിനും ആരാധിക്കാൻ പാടില്ല അല്ലാഹു ഒരുവനല്ലാതെ. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതിനാണ് തൗഹീദ് എന്ന് പറയുന്നത് കേട്ടോ. ഈ മുസ്ലിങ്ങൾ മക്കത്ത് പോയാലോ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്, കഅബത്തിന്റെ മൂലയിലാണ് കേട്ടോ. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ല് എന്നർത്ഥം. ആ ഹജറുൽ അസ്വദ് ചുംബിക്കല് ശക്തിയായ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചുംബിക്കും ചെയ്തു. ഹജറുൽ അസ്വദ് കല്ലാണ്. അത് സാധാരണ കല്ലല്ല. എവിടുന്ന് കൊണ്ട കല്ല? സ്വർഗത്തിൽ നിന്ന് കൊണ്ടെന്ന കല്ലാണ്, ഭൂമിയിലെ കല്ലല്ല. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടെന്ന കല്ലാണ്. ആ കല്ല് അല്ലാഹു ബഹുമാനിച്ച കല്ലാണ്. ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള നബിമാരൊക്കെ ആ കല്ലിനെ ചുംബിച്ചിട്ടുണ്ട്. ലോകത്ത് 1,24,000-ത്തിലധികം നബിമാര് വന്നിട്ടുണ്ട്. അതിലെല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ചെയ്യാത്ത ഒരു നബിയും അല്ലാഹു പറഞ്ഞയച്ചിട്ടില്ല. ആ നബിമാരൊക്കെ ഈ ഹജറുൽ അസ്വദ് ചുംബിച്ചവരാണ്. മുത്തുനബി ചുംബിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറക്ക് ചെന്നപ്പോ ഹജറുൽ അസ്വദിന്റെ നേരെ നിന്നുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ഇശാറത്താക്കിയ കൈയൊന്നു ചുംബിച്ചിട്ട് നേരെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിന്റെ മുന്നിൽ ചെന്നിട്ട് ആ കല്ലിനെ പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറയാണ്, കല്ലേ കല്ലേ, നീ ഒരു കരിങ്കല്ലാണെന്ന് ഉമറിനറിയാം. കരിങ്കല്ലിന് റെസ്പെക്ട് ചെയ്യാൻ ഉമറിന്റെ കൽബ് സമ്മതിക്കൂല. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് നിനക്ക് കൈകൊണ്ട് ഇശാറത്താക്കിയിട്ട് ആ കൈ ചുംബിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. റസൂലുള്ള ചുംബിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ ബഹുമാനിച്ചേ പറ്റൂ. അത് കല്ലായാലും മണ്ണായാലും മരായാലും ഇരുമ്പായാലും ചെമ്പായാലും അല്ലാഹുവിന്റെ റസൂല് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണോ. അതാണ് ഇസ്ലാം. അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണോ, അല്ലാഹുവിന്റെ റസൂല് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണോ. ഇസ്ലാം അതല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. വേറെ ഒരു കല്ലുണ്ട് മോനെ.
ഈ സുന്നികളിലൂടെ ശിർക്ക് പ്രചരിപ്പിക്കാൻ നടക്കുകയാണ്. കണ്ടോടത്ത കൊറൂസ് മജ്ലിസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വസുവാസിലാക്കിയിട്ട് അവർ അബദ്ധ വിശ്വാസത്തിലേക്ക് കൊണ്ട് ജനങ്ങളുടെ ഈമാൻ തകരാറിലാക്കാണ്. അള്ളാഹുവിനെ മാത്രമേ ബഹുമാനിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വന്ദിക്കാൻ പാടുള്ളൂ, വേറെ ഒന്നിനും പാടില്ല. അള്ളാഹ് പറയണോ നിങ്ങൾ അജറിലെ ചുംബിക്കണം. അള്ളാഹ് പറയണോ, അള്ളാഹ് പറയണോ മഖാമു ഇബ്രാഹീമ മുസല്ല വഅഹദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തഹിറാ ബൈതിയ ലിത്വായിഫീന വൽആകിഫീന വറുക്കഇ സുജൂദ്. നിങ്ങൾ തവാഫ് കഴിഞ്ഞാൽ 7 വട്ടം കഅബനെ തവാഫ് ചെയ്തതിന്റെ ശേഷം 7ാമത്തെ തവാഫ് കഴിഞ്ഞാൽ മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കണം. വാട്ട് ഈസ് ദ മഖാമു ഇബ്രാഹീം? എന്താ മോനെ മഖാമു ഇബ്രാഹീം? മഖാമു ഇബ്രാഹീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, കഅബത്തിന്റെ മുമ്പിൽ സ്വർണത്തിന്റെ ഒരു കൂട്ടില് അതിന്റെ ഉള്ളിലൊരു കല്ലുണ്ട്. ആ കല്ല് മൊത്തം സ്വർണം കവചം ചെയ്ത കല്ലാണ്. ആ കല്ലിന്റെ മുകളില് ഒരു മനുഷ്യന്റെ കാലിന്റെ പാദം പതിഞ്ഞു കിടക്കുന്ന കല്ലാണ്. ഒരു കാൽപാദത്തിന്റെ അടയാളം ആ കല്ലിന്റെ മുകളിൽ പോയി നോക്കിയാൽ കാണാം. അതാരുടെ കാൽപാദമാണ്? കഅബാലയം പുനർനിർമ്മാണം ചെയ്ത 4500 കൊല്ലം മുമ്പ് കഅബ പുനർനിർമ്മാണം ചെയ്ത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലിന്റെ പാദം പതിഞ്ഞു കിടക്കുന്ന കല്ലാണ് മഖാമു ഇബ്രാഹിം. കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകല്ലേ. ചിലർ പറയാറുണ്ട് കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അല്ല, നോ, ആദം നബി അല്ല കഅബ ഉണ്ടാക്കിയത്. അമ്പിയാക്കളുടെ ഒക്കെ മുമ്പ് അവിടെ കഅബ ഉണ്ടായിരുന്നു. അവിടെ മലായിക്കത്ത് തവാഫ് ചെയ്തതായി കിതാബുകളിൽ കാണാം കേട്ടോ. കഅബ നിൽക്കുന്നത് അല്ലാഹുവിന്റെ അർശിന്റെ നേരെ ചോട്ടിലാണ്. കഅബന്റെ നേരെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് നിൽക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് കഅബ. ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക. മനുഷ്യരാരാധിക്കാൻ, മുസ്ലിങ്ങൾക്ക് ആരാധിക്കാൻ എന്നല്ല പറഞ്ഞത്, മനുഷ്യൻ ആരാധിക്കാൻ അല്ലാഹു തആല ഭൂമിയിൽ പണിത ആദ്യത്തെ ദേവാലയം കഅബയാണ്. ദി ഫസ്റ്റ് ചർച്ച് കഅബ, ദി ഫസ്റ്റ് ടെമ്പിൾ കഅബ, ദി ഫസ്റ്റ് മോസ്ക് കഅബ. എല്ലാത്തിലും ഒന്നാമത് കഅബയാണ്. കഅബയുടെ മുമ്പ് ഇവിടെ ഒരു ആരാധനാലയം ലോകത്തില്ല. ഒന്നാമത്തത് കഅബയാണ്. ആ കഅബ സുബ്ഹാനല്ലാഹ്, അതിന്റെ മുമ്പില് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാല് പതിഞ്ഞു കിടക്കുന്ന ഒരു കല്ല്, കരിങ്കല്ലിന്റെ മുകളിൽ ഇബ്രാഹിം നബിയുടെ കാല്. എന്നിട്ട് ഹജ്ജിന് പോണവരോട് ഉംറക്ക് പോണവരോട് അല്ലാഹ് പറയാ, നിങ്ങൾ തവാഫ് ചെയ്ത് കഴിഞ്ഞാലേ ഇബ്രാഹിം നബിയുടെ കാലിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. എന്തിനെ? കഅബത്തിന്റെ പിന്നിൽ പറഞ്ഞാ പോരെ അല്ലാഹ്? അല്ലാഹ് പറയണു, ഞാൻ ബഹുമാനിച്ച ഇബ്രാഹീമിനെ ഞങ്ങളും ബഹുമാനിക്കണം, ഞാൻ ബഹുമാനിച്ച ഇബ്രാഹിം നബിനെ നിങ്ങൾ ബഹുമാനിക്കണം. ഇബ്രാഹിം ഖബറിലാണ്. ഇബ്രാഹിം നബിയുടെ ഖബർ കിടക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലാണ്. ബൈത്തുൽ മുഖദ്ദസിലാണ്. ആ ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞു കിടക്കുന്ന കല്ല് കിടക്കുന്നത് കഅബത്തിന്റെ മുന്നിലാണ്. അതിന്റെ പിന്നിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കൽ ശക്തിയായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. അപ്പൊ കല്ലിനെ ബഹുമാനിക്കുന്നു ഇവിടെ, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നു ഇവിടെ. അല്ലാഹ് ബഹുമാനിച്ചത് കല്ലായാലും മനുഷ്യനായാലും മണ്ണായാലും ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അവ ഇസ്ലാം എന്ന ഔട്ടാണോടോ? നീ ഖുർആൻ തന്നെ നിങ്ങൾ നോക്ക്. അൽ കഹഫ് സൂറത്ത് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരുപാട് ചരിത്രങ്ങളുടെ കലവറയാണ്. വെള്ളിയാഴ്ച പകലും രാവും ഓതൽ ശക്തിയായ സുന്നത്തുള്ള സൂറത്താണ് അൽ കഹഫ്. അതിലൊരു വലിയ ചരിത്രം പറയുന്നുണ്ട്. അൽ കഹഫ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് പറയും? ഒരു ഗുഹയുടെ പേരാണിത്. ഇപ്പൊ ഈ ഗുഹ കിടക്കുന്നത് ഡമാസ്കസിലാണ്. അൽ കഹഫ് അല്ലാഹുവിന് വേണ്ടി ഇബാദത്തെടുത്ത ഒരു സംഘം ഔലിയാക്കള് അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന അക്രമിയായ രാജാവിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ടോടിയപ്പോ അവരൊരു ഗുഹയിൽ പോയി ഒളിച്ചു. ആ ഗുഹയുടെ പേരാണ് അൽ കഹഫ്. ആ ഗുഹയുടെ പേരാണ്. എന്നൊരു സൂറത്തിന്റെ പേര്, ഖുർആനിലൊരു സൂറത്തിന്റെ പേരെന്നെ സൂറത്തുൽ കഹഫ് എന്നാണ്. ഈ അൽ കഹഫിൽ ഗുഹയിൽ ഒളിച്ചുപോയ ഗുഹാനിവാസികളായ ഔലിയാക്കളുടെ ചരിത്രം പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറഞ്ഞു, ഈ ഗുഹാമുഖത്തേക്ക് ഈ അൽ കഹഫിന്റെ ഔലിയാക്കൾ കയറുമ്പോ ഒരു നായ അവരെ പിന്തുടർന്നു. കൽബുഹു ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീ
ഒരു നായ അവരെ പിന്തുടർന്നു. ഷാഫി മദ്ഹബില് നായ ശക്തിയായ നജസാണ്. തൊട്ടാൽ 7 വട്ടം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണിട്ട് കഴുകണം. ഷാഫി മദ്ഹബിൽ കടുത്ത നജസാണ് നായ. തൊട്ടാൽ 7 വട്ടം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണിട്ട് കഴുകണം. അങ്ങനത്തെ നായ ഈ ഔലിയാക്കൾക്ക് ആരും പറയാതെ സ്വയം പ്രൊട്ടക്ഷൻ കൂടി. ഇവര് അൽ കാഫിൽ അഭയം തേടിയ ഔലിയാക്കൾ ഉറങ്ങുമ്പോ ആ നായ 2 കൈകാലികൾ നിവർത്തി വെച്ചിട്ട് ഗുഹാമുഖത്ത് കിടന്നിട്ട് ഔലിയാക്കൾക്ക് കാവലിരുന്നു. 300 ചില്ലാനം കൊല്ലം ആ ഗുഹാനിവാസികൾ അവിടെ കിടന്നുറങ്ങി. 300 ചില്ലാനം കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹു അവരെ വീണ്ടും ഉണർത്തിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൂടെ വന്ന നായ എവിടെ? നിങ്ങൾ കുടിക്കാൻ പോകുന്ന ഭക്ഷണം എവിടെ? നിങ്ങൾ സഞ്ചരിച്ച കുതിരകൾ എവിടെ? നോക്കുമ്പോ അതൊക്കെ മണ്ണായി പോയിരിക്കുന്നു. ഞാൻ ആ ചരിത്രത്തിന്റെ പാശ്ചാത്തലത്തിലേക്ക് പോകുകയല്ല, വലിയ ചരിത്രമാണ്, അതിന്റെ കണ്ടന്റ് മാത്രം പറയാണ്. എന്നാൽ അല്ലാഹു പറയുന്നു 7 ജീവികൾ നാളെ സ്വർഗത്തിൽ കടക്കുള്ളൂ. ജീവികളുടെ കൂട്ടത്തിൽ നേണേ കിടക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ള നായും പൂച്ചയും പട്ടിയും ആനയും സിംഹവും കടുവയൊന്നും സ്വർഗത്തിൽ ഉണ്ടാവില്ല, അവര് നരകത്തിലും ഉണ്ടാവില്ല. അത് മഹ്ശറയിൽ വെച്ച് വിചാരണ തീർന്നാൽ അവരോട് അല്ലാഹു പറയും, ഖുനൂ തുറാബ, നിങ്ങളൊക്കെ മണ്ണായിക്കോ, മണ്ണായിക്കോ. എല്ലാവരും മണ്ണായി പോകും. എന്നാൽ 7 ജീവികൾ സ്വർഗത്തിൽ കടക്കും, അവര് മണ്ണാവില്ല. അതിലൊരു ജീവി സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകമാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം സ്വർഗത്തിലാണ്. ഖുർആനിൽ പറഞ്ഞ ചരിത്രമാണ്, ദീർഘമായത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. വേറെ ഒരു ജീവി സ്വർഗത്തിൽ കടക്കുന്ന ജീവി ഏതാണെന്നറിയോ? മറ്റൊരു ജീവി നേരത്തെ പറഞ്ഞ അൽകാഫ് ഔലിയാക്കൾക്ക് കാവലിരുന്ന നായയാണ്. നായ നിസ്കരിച്ചിട്ടാണോ സ്വർഗത്തിലെത്തുന്നത്? നായ ഹജ്ജ് ചെയ്തിട്ടാണ്, സകാത്ത് കൊടുത്തിട്ടാണോ, സദഖ കൊടുത്തിട്ടാണോ? അല്ല. നായ സ്വർഗത്തിലെത്താനുള്ള കാരണം നായ ചെയ്ത ഇബാദത്ത്. ഖുർആൻ പറഞ്ഞു, വകൽബുഹു, ആ നായ ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്, അതിന്റെ 2 കൈകാലികൾ നിവർത്തി വെച്ചിട്ട് ഗുഹാമുഖത്ത് കാവലിരുന്നു, പ്രൊട്ടക്ഷൻ കൊടുത്തു. ഔലിയാക്കളെ പ്രിയം വെച്ച നായ സ്വർഗത്തിലാണോ? ഔലിയാക്കളെ പ്രിയം വെച്ച നായ സ്വർഗത്തിലാണോ? ഈ പന്നിത്തടത്താണ് 7 കൊല്ലം ദർസിൽ പഠിച്ചത്. ഈ പന്നിത്തടം ജുമാഅത്ത് പള്ളിയിലാണ് ഞാൻ 1984 മുതൽ 90 വരെ ഈ ജുമാഅത്ത് പള്ളിയിൽ ഒരു മുതഅല്ലിമായിരുന്നു. മഹാനായിരിക്കുന്ന അബൂബക്കർ ഉസ്താദ്, AK അബൂബക്കർ മുസ്ലിയാർ കൊപ്പം ഉസ്താദ് ഒരു വലിയായിരുന്നു. അധികം ആൾക്കും അറിയില്ല ആരാണ് കൊപ്പുസ്താദ്. സുബ്ഹാനല്ലാഹ്, ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യൻ. ഒരാളെ പറ്റിയും കൊപ്പുസ്താദ് ഒരു അനാവശ്യം പറയുന്നത് ഒരു മനുഷ്യനും കേട്ടിട്ടില്ല. ഒരു കുഞ്ഞേ കുട്ടി കൊപ്പുസ്താദിന്റെ അടുത്ത് ചെന്നാലേ ആ കുട്ടിയുടെ കൈ ഉസ്താദ് പിടിച്ചു, മുത്താലിമാണെങ്കിലും അല്ലെങ്കിലും ഉമ്മോക്കും. ഏതൊരു മനുഷ്യരെ കണ്ടാലും വളരെ തഅദീമോടെ സംസാരിക്കും കേട്ടോ. അത്ര വലിയ ഇൽമിന്റെ ബഹറാണ് കൊപ്പുസ്താദ്. ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദിന്റെ പ്രധാന ശിഷ്യനാണ് AP ഉസ്താദ്, ബഹുമാനപ്പെട്ട കൊപ്പുസ്താദ്. ഞാൻ മുത്തഅല്ലിമാകുമ്പോ എന്നെ കൊണ്ടുപോയി വലിയുല്ലാഹി കക്കടിപ്പുറ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് ഇജാദത്ത് വാങ്ങിച്ചു തന്നത് എന്റെ കൊപ്പുസ്താദാണ്. ഞാൻ മുത്തഅല്ലിമാകുമ്പോ OK ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടുത്താം. ബഹറുൽ ഉലൂമാണ് നേരത്തെ ഇവിടെ പറഞ്ഞ AP ഉസ്താദിന്റെ ഉസ്താദാണ്. ജിഫ്രി തങ്ങടി ഉസ്താദിന്റെ ഉസ്താദാണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മൗലവിമാരെ തങ്ങന്മാരുടെ ഉസ്താദുള്ള സാത്തീദാണ് ബഹറുൽ ഉലൂം OK ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. ആ മഹാനവർകളെന്ന് ഞാൻ പന്നിത്തടത്ത് ഓതുന്ന കാലത്ത് കിഴക്കേപ്പുറം രണ്ടത്താണി കിഴക്കേപ്പുറത്ത് ദർസ് നടത്തുകയാണ്. ഉസ്താദ് പറഞ്ഞു, നമുക്ക് OK ഉസ്താദിനെ ബഹറുൽ ഉലൂമിനൊന്ന് പോയി കാണാം, എന്നെയും കൂട്ടി നിനക്കൊന്ന് ദ്വാരപ്പിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. ഞങ്ങൾ ബസ് കയറിയിട്ടാണ് പോയത്. അങ്ങനെ കിഴക്കേപ്പുറം രണ്ടത്താണി ജുമാഅത്ത് പള്ളിയിൽ ചെന്നപ്പോ അവിടെ OK ഉസ്താദ് ദർസ് നടത്തുകയാണ്. ഏത് കിതാബാണ്? ജംഉൽ ജവാമി 2 എന്ന കിതാബാണ് ദർസ് നടത്തുന്നത്. ആ ദർസ് നടക്കുമ്പോ ഉസ്താദ് പറഞ്ഞു, നമ്മളിപ്പോ ഒന്നും മുണ്ടണ്ട, നമ്മൾ ഈ ദർസിൽ അങ്ങ് കൂടുക. പിറകിലെ സഫിൽ ഞാനും ഉസ്താദ് ഇരുന്നു, മറ്റുള്ളവരുടെ കൂടെ കിതാബ് നോക്കി ഉസ്താദിന്റെ ദർസിൽ പങ്കെടുത്തു. ദർസ് കഴിഞ്ഞപ്പോ OK ഉസ്താദിന് ചില ആദത്തുകളുണ്ട്, അത് നിർവഹിക്കാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് അങ്ങ് OK ഉസ്താദ് ഇറങ്ങി.
അപ്പൊ എന്റെ ഉസ്താദായ കൊപ്പുസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ആദത്ത് എനിക്കറിയാം, വായിന്റെ കൂടെ വാ. ഉസ്താദ് എന്നെ കൊണ്ടുപോയി ആ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി. ഓക്കെ ഉസ്താദിന്റെ അടുത്ത് എന്ന് സലാം പറഞ്ഞപ്പോ ശൈഖുനാ ഓക്കെ ഉസ്താദ് അവിടുന്ന് ഓടി വന്ന് കൊപ്പുസ്താദിനെ കെട്ടിപ്പിടിച്ചു പറയാണ്, എന്റെ ഔക്കുറുട്ടി വന്നിട്ടുണ്ടല്ലോ, എന്റെ പൊന്നുമോന് വന്നിട്ടുണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് ഓക്കെ ഉസ്താദും അതുപോലെ കൊപ്പുസ്താദും തമ്മിലുള്ള ബന്ധം മനസ്സിലായത്. അപ്പോഴാണ് എന്റെ ഉസ്താദ് പറയാണ്, അതേ മഹാനായ ഓക്കെ ഉസ്താദ് പറയാണ്, 7 കൊല്ലം എനിക്ക് ഖിദ്മ ചെയ്ത പൊന്നുമോനാണ് ഇവൻ. ഇവന് ഇൽമുണ്ട് ഹിക്മത്തുണ്ട്, എല്ലാ കിതാബും ഇവന് എക്സ്പെർട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദേ ശൈഖുന, ഞാൻ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഇപ്പൊ ജമ്മു വരെ ഓതിയിട്ടുണ്ട്. ഇവിടെ വന്ന് ജമ്മു 2 ദർസിൽ കൂടി എനിക്ക് ഇവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കണം, എനിക്കൊരവസരം തരുമോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ബഹറുല്ലുലൂ ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞു, മോനെ അതാവശ്യമില്ല, കാരണം എല്ലാം ഞാൻ അബൂബക്കറിന് കൊടുത്തിട്ടുണ്ട്. നീ അവന്റെ അടുത്ത് നിന്ന് എല്ലാ കിതാബും ഓതിയിട്ട് നല്ല കോളേജിൽ പോയിട്ട് നീ സനത് വാങ്ങിച്ചോ. സുഹൃത്തുക്കളെ, ആ കൊപ്പ ഉസ്താദ് എപ്പോഴും ഫാറൂഖ് ഉസ്താദിനെ പറ്റി പറയാറുള്ളത് മുഹിബ്ബുൽ ഔലിയാ. ഞാൻ കൊപ്പ ഉസ്താദിന്റെ ദർസിൽ ഓതുന്ന കാലത്താണ് ഫാറൂഖ് ഉസ്താദുമായി ബന്ധപ്പെടുന്നത്. ഞങ്ങളൊക്കെ കുഞ്ഞുമോനിക്കാന്നാണ് വിളിക്കുക. നാട്ടുകാർ ഓമന പേരാണ് കുഞ്ഞിമോൻ. കുഞ്ഞിമോൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? യാ ബുനയ്യ, കുഞ്ഞുമോനെ. ഒറിജിനൽ പേര് ഉമറുൽ ഫാറൂഖ്, പാപ്പയും മിമിട്ട പേര് ഒറിജിനൽ. പക്ഷെ നാട്ടുകാരിട്ട ഓമന പേര് കുഞ്ഞിമോൻ. ഒരു കുഞ്ഞുമോനെ തന്നെ. വലിയ വരുമാനം കിട്ടുമ്പോഴും ഒരു വഖത്ത് നിസ്കാരം അദ്ദേഹം നഷ്ടപ്പെടുത്തില്ല. ഒരു സുന്നത്ത് പോലും ഒഴിവാക്കൂല, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കൂല. നിസ്കാരം മാത്രമല്ല, ഔറാദുകളൊന്നും ചെല്ലാതെ ഉറങ്ങൂല. എനിക്ക് എത്രയോ അനുഭവമുണ്ട്. ഞാൻ നേരത്തെ അഷ്റഫ് ഉസ്താദ് പറഞ്ഞില്ലേ, എരുമപ്പെട്ടിയിലെ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ കൊരട്ടിക്കരയിൽ കുറെ കാലം ഫാറൂഖ് ഉസ്താദ് താമസിച്ചു, ആ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. പഴുന്നാനയിലെ ഇവിടെ തറവാട്ടിലും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോവാത്ത ഒരു വീട്ടിലും അവിടുന്ന് താമസിച്ചിട്ടില്ല. പള്ളപ്പെട്ടിയിൽ മജ്‌ലിസ് തുടങ്ങുന്ന ദിവസം തന്നെ ഉദ്ഘാടന ബാധ നടത്തിയത് എന്നെ കൊണ്ടാണ്. അങ്ങനെ ഏത് പരിപാടി എപ്പോഴെങ്കിലും എപ്പോഴും എന്നെ വിളിക്കും. പ്രമുഖമായ ഏത് സിയാറത്തിന് പോകുമ്പോഴും എന്നെ കൊണ്ടുപോവാറുണ്ട്. ഞാൻ ഒരുമിച്ചാ പോവാറുള്ളത്. അന്ന് മരണപ്പെടുന്ന സിയാറത്തിന് പോകുമ്പോഴും എന്നെ വിളിച്ചതാണ്. പക്ഷേ എനിക്കന്ന് ധൃതി പിടിച്ച വാളിന്റെ മജ്‌ലിസുള്ളത് കൊണ്ട് പോവാൻ പറ്റിയില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് മുഹിബ്ബുൽ ഔലിയാണ് ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ്. ഔലിയാക്കളെ പ്രിയം വെച്ചവരാണ്. വലിയുല്ലാഹി ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹിയുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. അന്തർപാപ്പയുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. വരവോര് മുഹമ്മദ് കുട്ടി മസ്താനുപ്പാപ്പ ഇവിടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തില്ലേ ഇപ്പോ? ഞാനിവിടെ വന്നപ്പോൾ അഷ്റഫ് ഉസ്താദ് ആ പുസ്തകം എന്റെ കയ്യിൽ നിന്ന്, ഉസ്താദ് ഇതെന്ന് പ്രകാശനാണെന്ന് വായിക്കണം. സമയമില്ല, ഒരൊറ്റ വരിയെ ഞാൻ വായിച്ചു നോക്കിയുള്ളൂ. കണ്ടതെന്താണ്? മഹാനായിരിക്കുന്ന വരവൂര് മരിച്ചു കിടക്കുന്ന മുഹമ്മദ് കുട്ടി മസ്താനുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അജീദ് വലിയ ദർജയിലെത്തിയ മഹാനാണ്. ഈ പന്നിത്തടം ജുമാഅത്ത് പള്ളി ഞാനാ പഠിക്കുന്ന 80കളുടെ കാലം ഔലിയാക്കളുടെ കേന്ദ്രമായിരുന്നു. ആ പന്നിത്തടം ജുമാഅത്ത് പള്ളിയിലെ കൊച്ചുക്കോയ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് കിടക്കുന്ന ആളായിരുന്നു വരവൂര് മസ്താൻ. മറ്റൊരാളായിരുന്നു യാഫത്താഹ് അബ്ദുറഹിമാൻ മുസ്ലിയാര്. മറ്റൊരാളായിരുന്നു കല്ലൂര് മസ്താൻ. മറ്റൊരാളായിരുന്നു വടിവീശി നടക്കുന്ന ബാബ മുസ്ലിയാര്. അക്കാലത്തൊരു 5-8 ഔലിയാക്കന്മാര് ദിവസേന പന്നിത്തടം പള്ളിയിൽ വരും. നേരം വെളുക്കോളം കിതാബുകൾ മുത്താലഅത്ത് ചെയ്ത് ബൈത്തിയല്ലിരിക്കും. ആ കൂട്ടത്തിലുള്ള ആളായിരുന്നു അന്ത്രുപ്പാപ്പയോ. ആ കൂട്ടത്തിലുള്ള ആളായിരുന്നു വരവൂര് മുഹമ്മദ് കുട്ടി മസ്താനുപ്പാപ്പയോ. ആ കൂട്ടത്തിലുള്ള അതിന്റെ മുൻഗാമിയായിരുന്നു കിടങ്ങൂരിൽ മരിച്ചു കിടക്കുന്ന വലിയുല്ലാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താനുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണോ. വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ ഇടക്കിടക്ക് മഹാനായ ഫാറൂഖ് ഉസ്താദിന് സലാം പറഞ്ഞയക്കാറുണ്ട്, വിഷയം ചോദിക്കാറുണ്ട്. ഈ പുസ്തകത്തിലുണ്ട് വരവൂര് മസ്താനുമായി ഒരു 30 കൊല്ലത്തെ ബന്ധം ഈ സാധുവിനുണ്ട്. പഴുന്നാനയിൽ വരവൂര് മസ്താൻ ഇരിക്കുന്ന കാലം ഞാൻ പന്നിത്തടത്ത് മുത്തഅല്ലിമാണ്.
പിന്നീടുള്ള എല്ലാ സമയങ്ങളും മരണത്തിന്റെ തലേ ദിവസം വരെ മസ്താനുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. മരിക്കാൻ കിടക്കുന്ന തലേ ദിവസം ഞാനൊന്ന് സന്ദർശിക്കാൻ ചെന്നപ്പോ വരവൂര് മസ്താൻ എന്നോട് ചോദിച്ചത്, മുസ്ലിയാരെ, നിങ്ങൾ കുറെ കാലായാലോ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്, നിങ്ങൾക്ക് എന്താ എൻ്റെ അടുത്തുനിന്ന് വല്ല ഗുണം കിട്ടിയോ? ഇനി അധിക കാലം നിങ്ങൾ ഇവിടെ വരേണ്ടി വരില്ല, ഞാൻ അത് ലോകത്തുനിന്ന് വിട പറയാൻ പോവുകയാണ്. മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ വിട പറയാൻ പോകുന്നു എന്ന് അവിടുന്ന് വേണ്ടപ്പെട്ടവരോടൊക്കെ വസിയത്ത് പറഞ്ഞിട്ടാണ് വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത്. ഒരു ദിവസം ഞാൻ അവിടെ ഇങ്ങനെ ചെന്നിരിക്കുമ്പോ വരവൂരുപ്പാപ്പ എന്നോട് ചോദിച്ചു, മൂലയുടെ കയ്യിൽ കായുണ്ടോ ചോദിച്ചു. അവന്റെ പറഞ്ഞു, കുറച്ച് പൈസ ഉണ്ട്. എത്ര ഉണ്ട്? എത്ര ഉണ്ട് ചോദിക്കും, കണക്ക് ചോദിക്കും. ചോയ്സ് ഉണ്ട്. എത്ര ഉണ്ട്? എത്ര ഉണ്ട് ചോദിക്കും, കണക്ക് ചോദിക്കും. ചോദിച്ചത് നുണ പറഞ്ഞാൽ ഉള്ള കണക്ക് പറയും ചെയ്യും. ഒരു വലിയ മുതലാളിനെ ഒരു ദിവസം ഞാൻ വരവൂരുപ്പാപ്പാൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ അയാളോട് ഉപ്പാപ്പ ചോദിച്ചു, എത്ര പൈസ കാര്യതും ഉണ്ടോ കൊണ്ട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ല. കയ്യിലില്ല, മന്തിക്കാണല്ലോ, മജാദ് ആണല്ലോ. അപ്പൊ ഉപ്പാപ്പയാണെങ്കിൽ നല്ലോണം ഓതി പഠിച്ച ആളാ. വരൂര് മസ്താൻ കേവലം മോമുട്ടി അല്ല കേട്ടോ. വരൂര് മസ്താൻ എവിടെ ഓതി പഠിച്ചത്? ഇവിടെ വടക്കേക്കാട്. വടക്കേക്കാട് അവിടെ വലിയ തറവാട്ടിലെ പേരുകെട്ട ആലിമീങ്ങളിൽ നിന്ന് ഓതിപ്പടിച്ച ആളാണ് വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുല്ലദീ. ആ മസ്താൻ പറഞ്ഞു, എന്റെ വീട്ടില് പെട്ടീന്റെ ഉള്ളില് 35,000 റുപ്യ എനിക്കുണ്ട്, അതിനൊരു 5,000 ഉണ്ട് തന്നാളെ. ഇവൻ ഞെട്ടിത്തെറിച്ചു പോയി. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളുടെ കൽഭാഗമെന്നോവർ കേട്ടോ. അതാണ് ഔലിയാക്കള്. ആ വരവൂര് മസ്താൻ വലിയ മഹാനാണ്, ആ കാര്യത്തിൽ സംശയം വേണ്ട. വേറൊരു ദിവസം എന്നോട് പറഞ്ഞു, അപ്പൊ 100 റുപ്യ ഉണ്ടോ വെച്ചു. എന്നോട് ഉണ്ട് പറഞ്ഞു. ആ 100 റുപ്യ ഞാൻ കൊടുത്തു. ഈ 100 റുപ്യ അദ്ദേഹത്തിന് തിന്നാനല്ല, നേരെ ചോറ് ഭക്ഷണം ഹയാത്ത് കാലത്ത് കഴിക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഈ 35 കൊല്ലം അടുപ്പുള്ള ആ സമയത്ത് നല്ലൊരു തുണിയും കുപ്പായം എടുത്തത് കണ്ടിട്ടില്ല, നല്ലൊരു ഫുഡ് കഴിക്കണമെന്നും പറ്റില്ല. അദ്ദേഹം ചെല്ലിയിരുന്ന പല ദിക്കറ്, അക്കും മുക്കും സക്കും കുംഭം ഇങ്ങനെയൊക്കെ ദിക്കറ്. അപ്പൊ എനിക്ക് തോന്നിയത്, ഇത് എന്ത് ദിക്കറ പഠിച്ചോനപ്പത്. പക്ഷെ എനിക്ക് ആ ദിക്കറ് വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ ചെല്ലിയ ദിക്കറിന്റെ രഹസ്യം മനസ്സിലായത് ഞാൻ ഷാദുലി തരീഖത്തുമായി ബന്ധപ്പെട്ട് ഷാദുലി മജ്ലിസിൽ പോയപ്പോഴാണ്. കഴിഞ്ഞ 5-4 കൊല്ലമായി മുടങ്ങാതെ ഞാൻ പരപ്പനങ്ങാടിയില് അബ്ദുസ്സലാം ബാക്കവി നേതൃത്വം നൽകുന്ന ഷാദുലി ഹദറയിൽ പങ്കെടുക്കാറുണ്ട്. നാളെയാണ് അവിടെ ഷാദുലി ഹദറ പരപ്പനങ്ങാടി ചെറുമംഗലത്ത്. മുടങ്ങാതെ ഞാൻ പോകാറുണ്ട്. ഇപ്പൊ ഒരു 4-5 മാസമായിട്ട് അന്ന് തിരക്ക് പിടിച്ച വയതായതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാ ഷാദുലി ഹദറൊക്കെ പോകാറുണ്ട്. അതിൽ ചെല്ലുന്ന ചില അംഫാസിയായ ദിക്കറുണ്ട്. ആ ദിക്കറാണ് വരവൂര് പാപ്പ അവിടെ ചെല്ലിയത് എന്ന് ഷാദുലിക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരുടെ ദിക്കറുകൾ എത്ര വലിയ ദിക്കറാണ്. അപ്പൊ 100 റുപ്യ ഉണ്ട് പറഞ്ഞപ്പോ ആ 100 റുപ്യ ഉണ്ട് പറഞ്ഞു. ആ 100 റുപ്യ മേടിച്ച് വേറെ ആൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എന്നോട്, മൊയ്ലിയാരെ, ഇവിടെ പണം പറക്കണ ഒരു ദിവസം വരും. ഇവിടെ ഈ വരവൂര് പണം പറക്കണ ദിവസം വരും. ഇന്ന് ഞാൻ ഉച്ചക്ക് വരവൂര് മസ്താൻ ഉപ്പാപ്പാടെ മഖബറ തയ്യാറത്ത് ചെയ്തിട്ടാ വരുന്നത്. ഇന്ന് ഉച്ചക്ക് ഞാൻ അവിടെ ചെന്നപ്പോ മഖബറിന്റെ ഉള്ളിൽ AC പിടിപ്പിക്കാനുള്ള പരിപാടികൾ നടക്കാൻ അൽഹംദുലില്ലാഹ്. അങ്ങോട്ട് അടുക്കാൻ നിർവാഹമില്ല. ജനലക്ഷങ്ങൾ കൂടി നിൽക്കുകയാണ്. അജ്മീറിൽ കൊടുക്കുന്ന പോലെ ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നല്ല ചോറും ഉണക്കമീന്റെ കറിയും. അജ്മീറിൽ കഞ്ഞിയല്ലേ. ഇവിടെ അജ്മീർ ഖാജാടെ മുരീദിന്റെ മുരീദാണ് വരവൂര് മസ്താൻ. അജ്മീർ ഖാജ പാപ്പാടെ മുരീദാണ് വലിയുള്ളാഹി ബീരാനൗലിയ പാപ്പ. അമ്പങ്കുന്ന് മണ്ണാർക്കാട് അമ്പങ്കുന്ന് മറവിട്ട് കിടക്കുന്ന ബീരാനൗലിയ. നിങ്ങൾ അജ്മീറിൽ സിയാറത്തിന് കാണാം. അവിടെ മലബാർ ഹൗസ് എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ട്. അത് ഉണ്ടാക്കിയത് ആരാ? ബീരാനൗലിയ പാപ്പയാണ്. ആ ബീരാനൗലിയുടെ കൂടെ 20 കൊല്ലം കെട്ടും പാണ്ടും ചുമന്നുകൊണ്ട് നടന്ന ആളാണ് വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ. ഒരിക്കൽ എന്നോട് പറഞ്ഞു, മൊയ്ലിയാരെ തന്നെ എങ്ങനെ വിളിക്കുക, ഞങ്ങള് കുടുംബക്കാരുവാ, പാപ്പാന്റെ തറവാട്ടുകാരനാണ്. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു, മൊയ്ലിയാരെ, ആ ബീരാനൗലിയുടെ കൂടെ കുറെ കാലം ഞാൻ കെട്ടക്കേറ്റ് നടന്നു. എന്താ എനിക്കതിന് ഭാഗ്യം ഉണ്ടായില്ല മൊയ്ലിയാരെ. മൂപ്പർ അങ്ങനെ പറയാം, എനിക്കതിന് ഭാഗ്യം ഉണ്ടായില്ല മൊയ്ലിയാരെ. അദ്ദേഹം വലിയ മഹാനാണ്. ആ വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ മുടങ്ങാതെ സലാം പറഞ്ഞയക്കുന്ന ആളാണ്. മഹാനായിരിക്കുന്ന ഫാറൂഖ് ഉസ്താദ്. പിന്നെ ഉസ്താദ് എന്നുള്ള പേരെങ്ങനെ കിട്ടി?
മൂപ്പര് എവിടെയും ദർശലോതിയത് എൻ്റെ അറിവിലില്ല. ആര്? ഫാറൂഖ് ഉസ്താദേ ഇല്ല, എൻ്റെ അറിവില്ല. ഞാനിപ്പോൾ ചെറുപ്പകാലത്ത് എവിടെയൊക്കെ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു മുത്താലിമായി ഓതി പഠിക്കാൻ പോയ ചരിത്രമില്ല. എന്നാൽ അദ്ദേഹത്തിന് ഇതായിരിക്കണം നല്ല ബെയ്ത്ത്. ഞാൻ പന്നത്തടുത്ത് പഠിക്കുമ്പോഴേ അസറക്കൊക്കെ ചെല്ലിയുണ്ടല്ലോ, ബൂർദൊക്കെ ഒന്ന് ചെല്ലിച്ചോക്കി നിങ്ങൾ ആലിയാജിനെ കൊണ്ട്. നല്ല ഇശലാണ്, മനോഹരമായ ഇശലാണ്. അദ്ദേഹം അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ ഓതി പഠിക്കുകയും ഇവരുടെ കൂട്ടത്തില് ഇൽമുമായി തഅല്ലുഖുള്ള ഏറ്റവും വലിയ ആള് ആലി ഹാജിയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആമീൻ. ഇവരുടെ ഒരു സഹോദരൻ നേരത്തെ തന്നെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, മുത്തു. അദ്ദേഹം മരിച്ചുപോയി, ചെറുപ്പത്തിലെ മരിച്ചുപോയി. നല്ല ആരോഗ്യമുള്ള സമയത്ത് ഒരു രോഗം പിടിപെട്ട് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫാറൂഖ് ഉസ്താദ് എന്ന് വിളിച്ചപ്പോൾ എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ സംശയം ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് അല്ലാത്ത ആൾ ഉസ്താദ് എന്ന് വിളിക്കാൻ പറ്റുമോ? വടകര മുഹമ്മദ് ഹാജി തങ്ങൾ എന്ന് പറയാറുണ്ട്. വടകര മുഹമ്മദ് ഹാജി തങ്ങളല്ല, വടകര മുഹമ്മദ് ഹാജി തന്നെ. ഈ തങ്ങൾ എന്നുള്ളത് എങ്ങനെ വന്നു? അത് തഅദീമിന്റെ വിളിയാണ്. ഇപ്പോ കിടങ്ങൂര് മരിച്ചു കിടക്കുന്ന വലിയുള്ളാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി തങ്ങൾ, കുഞ്ഞുട്ടി മസ്താൻ തങ്ങളാണോ? അല്ല, കുഞ്ഞുട്ടി മസ്താൻ തങ്ങളല്ല, അഖിലു ബൈത്തല്ല, മലബാരി തന്നെ. പിന്നെ തങ്ങൾ എങ്ങനെ വന്നു? ആ തങ്ങൾ എന്ന് പറയാൻ കാരണം ഈ കൊച്ചുക്കോയ തങ്ങളുടെ തറവാട് കിടന്നിരുന്നത് മരത്തങ്കോടാണ്. അവരന്ന് മരത്തങ്കോട്ട തങ്ങന്മാരി എന്നാണ് അറിയപ്പെടുക. ആ തങ്ങന്മാരുമായി വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് നിങ്ങളെ ഞങ്ങൾ തങ്ങളാക്കി എന്ന് കൊച്ചുക്കോയ തങ്ങളും അവരുടെ പിതാവും പറഞ്ഞതായിട്ടാണ് ചരിത്രത്തിൽ നിന്നും. അപ്പാണ് വലിയുള്ളാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി തങ്ങൾ. മഹാനായിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലും കേരളത്തിലും അറിയപ്പെട്ട ഒരു തങ്ങളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കുമ്പോൾ തങ്ങന്മാര് കേട്ടിട്ടില്ലേ? അടുത്ത് സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോൾ ജിഫരി മുത്തുക്കോയ തങ്ങള് ചെന്നിട്ട് ആദ്യം സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്തത് കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ ഉപ്പാപ്പാനെ കൊണ്ട. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആമീൻ. കഴിഞ്ഞ 30 കൊല്ലമായി ഞാനും തങ്ങളും ആ കുടുംബവുമായി അഭേദ്യമായ ബന്ധം കഴിഞ്ഞ ആഴ്ചയും തങ്ങളുമായി വിളിച്ച് ഓൺലൈനിൽ സംസാരിച്ചു. എനിക്കൊന്ന് അങ്ങോട്ട് വരണം, കാണണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മുഹറം 10 കഴിഞ്ഞിട്ട് വന്നാൽ മതി, അപ്പോഴാണ് ഞാൻ കുറച്ച് ഫ്രീ ആവുക, അപ്പൊ നമുക്ക് വിശാലായി കാണാൻ നിങ്ങൾ അപ്പോൾ വരിയെന്ന് എന്നോട് തങ്ങളവറുകൾ പറയുകയും ചെയ്തു. ആ കുമ്പോൾ സാദാത്യങ്ങൾ സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഞാൻ തങ്ങളുപ്പാപ്പാനെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് തങ്ങളുടെ ഉമ്മ ഹയാത്തിലുള്ള കാല ഉമ്മ മരിച്ചുപോയി. എന്നെ അകത്തേക്ക് കൊണ്ടുപോയി. അന്ന് ഞാൻ ചെറുപ്പാണ്, വയതിന് പോയതാ കാസർഗോഡ്. തങ്ങളുടെ വീട്ടിലകത്തി എന്നപ്പോ പറഞ്ഞു ഉമ്മ നിങ്ങൾക്ക് ഇങ്ങനെ കാണണമെന്ന് പറയുന്നുണ്ട്. എന്റെ ഉമ്മ ഇന്ന് വരെ ഒരു അന്യപുരുഷനെ കണ്ടിട്ടില്ല കേട്ടോ, അതിഷ്ടത്തിൽ ആദ്യം നിങ്ങളെ കാണുക എന്ന് പറഞ്ഞു. ഒറ്റ നോട്ടേ കണ്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് മാറിയുന്നു. എനിക്ക് 2000 രൂപ തന്നു, ഉസ്താദ് ഏത് കയ്യിൽ വെച്ചോ. കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങളുടെ ഉമ്മ എനിക്ക് 2000 രൂപ തന്നു, ഉസ്താദ് ഇത് കയ്യിൽ വെക്കണം പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോ കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാപം കോയ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, നിങ്ങൾ തങ്ങളല്ലെങ്കിലും നിങ്ങളെ ഞങ്ങൾ തങ്ങന്മാരുടെ കൂടെ കൂട്ടി. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരോട് സാദൃശ്യമായോ അവൻ അവനിൽപ്പെട്ടവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എന്നെ പ്രിയം വെച്ചോ അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. അപ്പൊ അഹ്ലു ബൈത്തിനെ പ്രിയം വെച്ചവർ അഹ്ലു ബൈത്തിന്റെ അങ്ങനെ ഉസ്താദുമാരുടെ കൂടെ ബന്ധപ്പെട്ട് ഔലിയാക്കളുമായി തഅല്ലുഖായപ്പോ തഅദീമിന് വേണ്ടി അദ്ദേഹത്തെ ഉസ്താദ് എന്ന് വിളിക്കാം. പിന്നെ ഇപ്പൊ ഉസ്താദ് ആവണമെങ്കിൽ സനദ് പഠിക്കണമെന്നുണ്ടോ? മൻ തഅല്ലമ ഹർഫൻ ഫഹുവ മൗലാ. ഉസ്താദിന്റെ കൺസെപ്റ്റ്. ഒരാൾ ഒരക്ഷരം മറ്റോന് പഠിപ്പിച്ചു കൊടുത്താൽ അവൻ അവന്റെ ഉസ്താദാ. നിങ്ങൾ കണ്ടോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാമുനാ ഷാഫി തങ്ങള്? 10 ലക്ഷം ഹദീസ് അതിന്റെ സനദടക്കം കാണാതെ പഠിച്ച മഹാനാണ് ഷാഫി ഇമാം തങ്ങള്. 7ാമത്തെ വയസ്സിൽ ഖുർആൻ 6666 അതിന്റെ അർത്ഥം കാണാതെ പഠിച്ച മഹാനാണ് ഷാഫി തങ്ങള് റളിയല്ലാഹു അൻഹു. ഒരു സമയത്ത് ഷാഫി ഇമാം അങ്ങനെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഷാഫി ഇമാമിന്റെ കുട്ടികൾ പറഞ്ഞാൽ എന്നെ പോലത്തെ പണ്ട് 60, 90, 95 വയസ്സൊക്കെ ഉള്ള തന്ത മൊയ്ലിയാക്കന്മാരനെ ഷാഫി ഇമാമിന്റെ മുമ്പിലിരിക്കുന്ന മുത്താലിമീങ്ങൾ വലിയ വലിയ പടുത്ത ആലിമീങ്ങളാ. അല്ലാതെ ഈ മീസാനും അജ്നാസും സഞ്ചാനും ഓതുന്നവരല്ല ഇരിക്കണേ. വലിയ വലിയ ആലിമീങ്ങളാണ് ഷാഫി ഇമാം തങ്ങളുടെ മുമ്പില് കിതാബ് മറിച്ചു വെച്ചിരിക്കുക. അവർക്ക് ഇങ്ങനെ ദർസ് നടത്തുകയാണ്. അപ്പോൾ
ആ വഴിയിലൂടെ ഒരു യഹൂദി ഒരു ജൂതൻ നടന്നു വരികയാണ്. യഹൂദി അന്നും ഇസ്ലാമിന്റെ ശത്രുവാണ്, ഇന്നും ഇസ്ലാമിന്റെ ശത്രുവാണ്, എന്നും ഇസ്ലാമിന്റെ ശത്രുവാണ്. എന്ത് കരാർ ഒപ്പിട്ടാലും, ഇറാനുമായി ഏത് കരാർ അമേരിക്ക ഒപ്പിട്ടാലും യഹൂദികൾ അത് തകർക്കും. യഹൂദികളുടെ ചരിത്രം തന്നെ ചതിയാണ്, വഞ്ചനയാണ്, മുനാഫിക്കിന്റെ ലക്ഷണമാണ് യഹൂദിന്റെ ലക്ഷണം. അല്ലാഹു ശപിക്കപ്പെട്ടവരാണ് യഹൂദികളെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ അവരിൽ നിന്ദയുന്നുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് തുരങ്കമുണ്ടാക്കി ചെന്ന് മദീനത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ശരീരം എടുത്തു കൊണ്ടുപോയി കത്തിക്കാനോ പകരം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിന്റെ ഉള്ളിൽ വൈക്കോല് കുത്തി നിറച്ചിട്ട് ലോക മുസ്ലിമീങ്ങളെ പറ്റിക്കാനും ശ്രമം നടത്തിയിട്ട് അക്കാലത്ത് രാജ്യം ഭരിക്കുന്ന രാജാവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ട് ആ പൂച്ചക്കണ്ണന്മാരായ രണ്ട് യഹൂദികളെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് അറബിന്റെ പുറത്തു കൊണ്ടുപോയി അവരുടെ തലവെട്ടിക്കളഞ്ഞ ചരിത്രം കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ പൊളിക്കാനോ അതിന്റെ ഉള്ളിൽ വൈക്കോല് കുത്തി നിറക്കാനോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരം കത്തിച്ചു കളയാനോ പണ്ടേ യഹൂദികൾ ശ്രമം നടത്തി പാളിപ്പോയതാണ്. അതിന്റെ പിൻഗാമികളാണ് ഇപ്പോൾ മൊസാദ് നടത്തുന്ന പ്രവർത്തനം. അവർക്ക് മുസ്ലിമീങ്ങളോട് കടുത്ത വിരോധമാണ്. അത് തുടരുക തന്നെ ചെയ്യും. അത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. ആവട്ടെ, ഞാൻ പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ഒരു യഹൂദി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്നതിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു വരിക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ യഹൂദിനെ കണ്ടപ്പോൾ പെട്ടെന്ന് നീച്ചങ്ങ് നിന്നു. നൂറുകണക്കിന് ആലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന ലോക പണ്ഡിതനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അന്യമതക്കാരനായ ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ശത്രുവായ യഹൂദിനെ കണ്ടപ്പോ നീച്ചു നിന്നിട്ട് വലിയ റെസ്പെക്ട് കൊടുത്ത് ആദരിച്ചപ്പോൾ ശിഷ്യന്മാര് ചോദിച്ചു, തങ്ങളെ എന്തിനാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ പൊളിക്കാൻ നേതൃത്വം കൊടുത്ത യഹൂദികളുടെ പിന്തലമുറക്കാരൻ ബദ്ധവൈരി ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായ ഇവനെ കാണുമ്പോ തങ്ങൾ ഇത്ര ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചതെന്താ? ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ പറയാണ്, അവിടെയാണ് അണ്ടർലൈൻ ചെയ്തോ പോയിന്റ്, അവിടെയാണ്. ഷാഫി ഇമാം തങ്ങൾ പറയാണ്, മോനെ ആ വന്ന യഹൂദി ആരാണെന്ന് നിങ്ങൾക്കറിയോ? അറിയൂല. അയാളെന്റെ ഉസ്താദാണ്. ആരുടെ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് യഹൂദിയോ. 10 ലക്ഷം ഹദീസ് അതിന്റെ സനദടക്കം കാണാതെ അറിയുന്ന ഷാഫി ഇമാമിന്റെ ഉസ്താദ് യഹൂദി എങ്ങനെയാകൂ? 6666 ആയത്ത് 7ാമത്തെ വയസ്സിൽ ഹിഫ്ളാക്കി അതിന്റെ അർത്ഥസഹിതം കാണാതെ പഠിച്ച ഷാഫി ഇമാമിന്റെ ഇൽമിനെ വെല്ലുവിളിക്കാൻ ഇയാളെങ്ങനെ ഷാഫി ഇമാമിന്റെ ഉസ്താദായി? കണ്ടോ, ഇമാം ഷാഫി തങ്ങൾ പറയാണ്, ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ എന്ത് തരത്തിലാണ് അങ്ങയുടെ ഉസ്താദാകുന്നത് ഈ വിവരമില്ലാത്ത യഹൂദി? ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ പറയാണ്, മോനെ ഞാനൊരു സമയത്തൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ മുമ്പിൽ ഒരു നായക്കുട്ടി വന്നു പെട്ടു. ബുലൂഗാകാത്ത നായ, പ്രായപൂർത്തിയാവാത്ത നായ വന്നു പെട്ടു. ഒരു ചെറിയ നായക്കുട്ടി വന്നു പെട്ടു. ആ നായക്കുട്ടി എന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു കാല് പൊക്കിയിട്ട് മൂത്രമൊഴിച്ചു. നായ മൂത്രമൊഴിക്കുന്നുണ്ടല്ലേ? കാലിങ്ങനെ പൊക്കിയിട്ട് മൂലയിൽ പോയിട്ട് ഒന്ന് മൂത്രമൊഴിച്ചു. ആ നായ അങ്ങോട്ട് പോയി. ഷാഫി ഇമാം തങ്ങൾ പറയാണ്, കുറച്ചു കഴിഞ്ഞപ്പോ വേറൊരു നായ വന്നു. ആ നായ കാല് പൊക്കാതെ മൂത്രമൊഴിച്ചു. ഒരു നായ കാല് പൊക്കിയിട്ട് മൂത്രമൊഴിച്ചു, മറ്റേ നായ കാല് പൊക്കാതെ മൂത്രമൊഴിച്ചു. ഷാഫി ഇമാം തങ്ങൾക്ക് കൺഫ്യൂഷനായി. എന്തത്? ഒരു നായ കാല് പൊക്കി, ഒരു നായ കാല് പൊക്കിയില്ല. രണ്ടും നയനല്ലേ? രണ്ട് കോലത്തില്. അതാണ് ആലിമീങ്ങൾക്ക് എപ്പോഴും ഏത് കാര്യത്തിലും അവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കും. ഏത് കാര്യത്തിലും ചിന്തിക്കണം. ചിന്തിക്കാൻ പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. എത്രയോ സ്ഥലങ്ങളിൽ അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കണില്ലേ? അഫലാ യൻദുറൂൻ, നിങ്ങൾ നോക്കണില്ലേ? നിങ്ങൾ കാണണില്ലേ? നിങ്ങൾ കേൾക്കണില്ലേ?
എപ്പോഴും ചിന്തിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു പറയാ, ആകാശഭൂമിയെ സൃഷ്ടിച്ചതിലും രാവും പകലും മാറി മാറി വരുന്നതിലും ലആയാതിൻ അത്ഭുതങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കണം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഒരു നായ കാല് പൊക്കി മൂത്രമൊഴിച്ചു, ഒരു നായ കാല് പൊക്കാതെ മൂത്രമൊഴിച്ചു. വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ആരോടാ ചോദിക്കുക? അങ്ങനെ നോക്കുമ്പോ നേരത്തെ ഈ വഴിക്കൂടെ നടന്നുപോയ ആ യഹൂദി ഉണ്ടല്ലോ, അവങ്ങനെ വരുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, എനിക്കൊരു സംശയമുണ്ട്, ഇഷ്കാലുണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, ഒന്ന് തീർത്തു തരുമോ? ആ പറ. ഒരു നായക്കുട്ടി എന്റെ മുന്നിൽ വന്നുകൊണ്ട് നേരത്തെ കാല് പൊക്കാതെ മൂത്രമൊഴിച്ചു, വേറൊരു നായ വന്നുകൊണ്ട് കാല് പൊക്കിയിട്ട് മൂത്രമൊഴിച്ചു. എന്നത് അത്ഭുതപ്പെടുത്തി. എനിക്കതിന്റെ ഡിഫറൻസ് അറിയൂല, അതിന്റെ ഇടയിലുള്ള വ്യത്യാസം അറിയൂല. മൽ ഫർഖ്, എന്താണ് അതിന്റെ ഇടയിലുള്ള ഫർക്ക് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറയാൻ, ഓ ഷാഫി, നേരത്തെ കാല് പൊക്കാതെ മൂത്രമൊഴിച്ച നായുണ്ടല്ലോ, അത് ബുലൂഗാത്ത നായാണ്, പ്രായപൂർത്തി എത്തിയിട്ടില്ല. കാല് പൊക്കി മൂത്രമൊഴിച്ച നായുണ്ടല്ലോ, അത് ബുലൂഗായ നായയാണ്. നായ പ്രായപൂർത്തിയായതിന്റെ ലക്ഷണം അതാണ്. നമ്മളെ ഇസ്ലാമിൽ ഒരാൾ പ്രായപൂർത്തിയായതിന്റെ ലക്ഷണം വേറെ അല്ലേ? ഒരാണ് പ്രായപൂർത്തിയാകുക എപ്പോഴാ? 18 വയസ്സായാല. അത് ഇന്ത്യൻ നിയമത്തില്ല. ഒരാള് പ്രായപൂർത്തിയാകാൻ 15 വയസ്സായാലും 14, 13 ആവും. അതിന് ചില ലക്ഷണങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കണം. പെണ്ണ് പ്രായപൂർത്തിയാകുക എപ്പോഴാ? അതിപ്പോ ആർത്തവത്തിന് ഗവൺമെന്റ് അവധി കൊടുത്തെങ്കിൽ, പണ്ട് നമ്മൾ മദ്രസയിൽ കുട്ടികൾക്ക് ഫിഖ് പഠിപ്പിക്കുമ്പോ മെൻസസ് ഉണ്ടായാൽ, ഹൈദ് ഉണ്ടായാൽ എങ്ങനെ ശുദ്ധിയാക്കും എന്ന് പറഞ്ഞപ്പോ നാളുണ്ടായി ഒരാള്, ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല, പേടിച്ചിട്ടൊന്നല്ല കേട്ടോ, ഇനിയിപ്പോ എന്തേലും പറയിച്ചിട്ട് കുറെ കേട്ടതാ, കേട്ടിട്ട് അതിൽ ഡോക്ടറേറ്റ് നേടിയ ആളാ ഞാൻ, അതുകൊണ്ട് അതിൽ പേടിയൊന്നുമില്ല. അപ്പോ ഒരാളെന്നാൾ പറയാ, മുസ്ലിങ്ങൾ ഈ മദ്രസയില് പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാക്കുന്നതും ആണുങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നതും മെൻസസ് ഉണ്ടാവുന്നതൊക്കെയാണ് ഈ കുട്ടികൾക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ മദ്രസയെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സെക്സും സ്റ്റണ്ടുമാണ് പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മുടെ പുതിയ പാഠപദ്ധതിയിൽ പറയുന്നത് കുട്ടികൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം 1 മണിക്കൂറെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഇല്ലെങ്കിൽ തെറ്റായി പോകും. കണ്ടില്ലേ, കുട്ടികൾ തെറ്റായി വിവരം കിട്ടുമ്പോഴാണ് മയക്കമരുന്നിന്റെ ഒക്കെ ദൂഷ്യവലയത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അനിഷേധ്യനായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ജി, താങ്കൾക്ക് അഭിനന്ദനം. ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കണം. മയക്കമരുന്ന് ലോബികളെ കെട്ടുകെട്ടിക്കണം. സ്കൂൾ കവാടങ്ങളിൽ നിന്നത് നീക്കം ചെയ്യപ്പെടണം. അതിന് രാജ്യത്തെ നല്ലവരായ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും. അതിൽ കക്ഷി രാഷ്ട്രീയം ഇല്ല. കർശന നടപടികൾ സ്വീകരിക്കണം. ഒരു വിട്ടുവീഴ്ചയും അതിൽ ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയാണ്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് യഹൂദി പറഞ്ഞു കൊടുക്ക മറുപടി ഇതാണ്. ആ കാല് പൊക്കിയ നായ ബാലികായ നായയാണ്, കാല് പൊക്കാത്ത നായ പ്രായപൂർത്തിയാവാത്ത നായയാണ്. ഈ ഇൽമാണ് എനിക്ക് ഇയാള് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഈ യഹൂദി എന്റെ ഉസ്താദാണ്, ഞാൻ അയാളെ ബഹുമാനിക്കുന്നു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉസ്താദാവുക എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ അത്രയ്ക്ക് ഇൽമ് പല നിലക്കാണ്. ജമ്മും ബൈലാവിയും ഖാദിം ഉല്ലാസിനും ഓതിയാലേ ഉസ്താദാവൂ, അത് ഓതിക്കൊടുത്താലേ ഉസ്താദാവൂ എന്നൊന്നുമില്ല. അതിന് മാനദണ്ഡം മൻ തഅല്ലമ ഹറുഫൻ ഫഹുവ മൗലാ. ഒരക്ഷരം മറ്റുള്ളവൻ ഒരുത്തം പഠിപ്പിച്ചു കൊടുത്താൽ അവൻ അവന്റെ ഉസ്താദാണ്. അല്ലാഹു തആല നമ്മുടെ ഇൽമൊക്കെ വലിയ നാഫിയായ ഇൽമാക്കട്ടെ. ആമീൻ. ഫാറൂഖ് ഉസ്താദും ഞാനും തമ്മിൽ 10-40 കൊല്ലത്തെ അഭേദ്യമായ ബന്ധമുണ്ട്. ഫാറൂഖ് ഉസ്താദ് അങ്ങനെ ഒരു കള്ള തെരീക്കത്തിന്റെ ആളല്ല. പിഴച്ച തെരീക്കത്തിനും ഫാറൂഖ് ഉസ്താദ് പെട്ടുപോയിട്ടില്ല. ഫാറൂഖ് ഉസ്താദ് ഇവിടെ എന്താ നടത്തിയത്? ഖുതുബിയത്ത്. അത് ഏത് തെരീക്കത്താ? ഖാദിരിയ തെരീക്കത്ത്. ആരാണ്ടാക്കിയത്? കീഴക്കര മരണപ്പെട്ട് കിടക്കുന്ന സദഖത്തുല്ലാഹിൽ ഖാദിരി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കപ്പെട്ട ഖുതുബിയത്ത് ബൈത്ത്. ഈ ലോകത്തിലുള്ള എല്ലാ സുന്നികളും അംഗീകരിക്കുന്നതല്ലേ? അതന്നല്ലേ ഫാറൂഖ് ഉസ്താദ് മജ്ലിസുൽ ഫാറൂഖി എന്ന് പറഞ്ഞ് നടത്തിയിരുന്നതിൽ പ്രധാന കണ്ടന്റ് എന്താ? ഖുതുബിയത്ത്.
ബദരീങ്ങളുടെ തവസ്സുലാക്ക് ചെയ്യുന്നത് കൊണ്ടോ ഖുതുബിയ്യത്ത് നടത്തുന്നത് കൊണ്ടോ ഖാജാടെ പേര് പറഞ്ഞ് മന്ത്രിക്കുന്നത് കൊണ്ടോ ഇതിലെവിടെയാണ് തെറ്റുള്ളത്? ഏർവാടി ബാദുഷാ തങ്ങളുടെ ഹദറത്തില്, ഹക്കീം ഡോക്ടർ ഉപ്പാപ്പാന്റെ ഹദറത്തില്, മറ്റുള്ള ഹദറത്തിലൊക്കെ പോയി നടക്കാറില്ലേ? ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദിന് കാര്യമായ ചികിത്സ കിട്ടിയ സ്ഥലം ഏതാണെന്നറിയോ? മുത്തുപ്പേട്ടയാണ്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് മുത്തുപ്പേട്ടയെന്നാണ്. വയറെനിക്ക് കാണിച്ചു തന്നു. ഒരു കത്തിയുടെ പാട് കിടക്കുകയാണ്. ഫാറൂഖ് ഉസ്താദിന് ഒരു വയറിന് അസുഖം ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർമാര് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഫാറൂഖ് ഉസ്താദ് പറഞ്ഞു, ഞാൻ മുത്തുപ്പേട്ട പോകുകയാണ് ദാവൂദുൽ ഹക്കീം ഉപ്പാപ്പാന്റെ ഹദറത്തിലേക്ക്. അവിടെ ചെന്ന് കിടന്നു 1 മാസം. ആ ഹദറത്തിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇതൊക്കെ പറയുമ്പോ പറയും, മരിച്ചുപോയ ആൾക്കാർ വന്ന് ഓപ്പറേഷൻ കഴിക്കോ? ഒക്കെ ചിന്തയുടെയും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിന്റെ അപ്പുറത്തൊക്കെ ചില അജായിബുകളൊക്കെ ഉണ്ട്. ഔലിയാക്കൾക്ക് അല്ലാഹു തആല പൊരുത്തപ്പെട്ട് കൊടുത്തവർക്ക് പലതും നിർവഹിക്കാനുള്ള കഴിവ്, അതിനാണ് കറാമത്ത് എന്ന് പറയാട്ടോ. സാധാരണക്ക് വിരുദ്ധമായ കാര്യം അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു ആ കഴിവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉറക്കത്തിൽ ചിലപ്പോൾ ചികിത്സയും നടത്തും, ഉറക്കത്തിൽ ചിലപ്പോൾ ഓപ്പറേഷനും നടത്തും, ഉറക്കത്തിൽ ചിലപ്പോൾ മരുന്നും കൊടുക്കും, അല്ല ഉണർച്ചയിലും നടത്തും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർച്ചയിൽ കണ്ട എത്ര മഹാന്മാരുണ്ട്. സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ നേർക്ക് നേരെ കണ്ടു. സ്വപ്നത്തിലല്ല, യഖദത്തിൽ കണ്ടു. അങ്ങനെ ഒരുപാട് ആശിഖ്യങ്ങളുണ്ട്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് റസൂലുള്ളാഹ് ഖബറിന്റെ ഉള്ളിൽ നിന്ന് കയ്യുമന്തി കാണിച്ചു കൊടുത്തില്ലേ? ഫഅഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹുൽ മുബാറക്കൽ മുഅല്ലമ ഫതഖബ്ബല ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ثم غابت يده സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി റൗള പിളർത്തിയിട്ട് റസൂലുള്ള കയ്യുപൊക്കിയില്ലേ? എത്രയോ കൊല്ലം മുമ്പ് മരണപ്പെട്ട ഹബീബായ തങ്ങൾ റൗളയെ കടക്കല്ലേ? അത് കാണല്ലേ, കേക്കല്ലേ? നമ്മളെ കാണല്ലേ, കേക്കല്ലേ? അല്ലാഹുവിന്റെ അരിഫീങ്ങൾ ഔലിയാക്കൾ മരിച്ചാലും അവർ ഖബറിലുണ്ടോ? കാസർഗോഡ് ജില്ലയില് ഞാൻ എപ്പോഴും വാതിൽ പോണ സ്ഥലമുണ്ട്. കാസർഗോഡ് ജില്ലയില് നേരത്തെ ഞാൻ പറഞ്ഞ കുമ്പോള് സാദാത്യങ്ങളുടെ തറവാടിന്റെ അപ്പുറത്ത് ഒരു ഖബർ തുറന്നപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ പേര് ആമുച്ച എന്നാണ്. ആമുച്ചാടെ ഖബർ തുറന്നു നോക്കിയപ്പോൾ ഖബറിൽ മയ്യത്ത് നെടുനീളെ കിടക്കുന്നു. ആമുച്ചത്തിയതു. പിന്നെ റസൂലുള്ളാഹിന്റെ കൈ റൗദയിലേക്ക് മടങ്ങിപ്പോയി എന്ന് കിതാബുകളിൽ നോക്കിയാൽ ഈ ചരിത്രങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കറാമത്തിനെ നിഷേധിക്കണ്ട. വിക്റിനും റാത്തീബിനും മൗലിദിനൊക്കെ വലിയ ബർക്കത്തുണ്ട്. ഖുർആന് കൊണ്ട് മാറാത്ത രോഗമില്ല. മുത്തനബിന്റെ ഹദീസ് നോക്കിയാൽ കാണാം, മരണമല്ലാത്ത എല്ലാ രോഗത്തിനും നബി പറഞ്ഞു, മരണമല്ലാത്ത എല്ലാ രോഗത്തിനും 2 ശിഫണ്ട്. ഏതാണ് 2? അൽ ഖുർആൻ. 1 ഖുർആനാണ്, 2 വൽ അസൽ തേനാണ്. മരണമില്ലാത്ത ഏത് രോഗത്തിനും ഖുർആനിലും തേനിലും ശിഫയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആന് തേനിലങ്ങ് കൂടി മന്ത്രിച്ചിട്ട് കൊടുത്താലോ ക്യാൻസറും ട്യൂമറും കുഷ്ഠരോഗവും എല്ലാം ചിലപ്പോൾ ആണ് മാറിപ്പോകും. അള്ളാഹു വെച്ചതൊക്കെ മാറും. ഇപ്പൊ ഡോക്ടർമാർ ചികിത്സിച്ചതൊക്കെ മാറുന്നുണ്ടോ? ഞാൻ 10-30 കൊല്ലമായിട്ട് മെഡിക്കൽ ഫീൽഡിലും കൂടി നിൽക്കുന്ന ഒരു ഉസ്താദാണ്. 12 കൊല്ലം ഒരു ജുഡീഷ്യറിയിലെ ഒരു ജഡ്ജിന്റെ സമാനമായ പ്രോട്ടോകോളിൽ ചീഫ് സെക്രട്ടറിക്ക് തുല്യമായ പോസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ 12 കൊല്ലം ഉണ്ടായിരുന്നു. ഇപ്പോ 10-30 കൊല്ലമായിട്ട് മെഡിക്കൽ ഫീൽഡിലുണ്ട്. ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് ഞാൻ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അവനിക്കറിയാം, ചിലപ്പോൾ ഡോക്ടർമാർ നമ്മളോട് പറയാം ICUവിൽ പേഷ്യന്റ് ഉണ്ട്, ഉസ്താദെ ഐ ആം റിയലി വെരി സോറി കേട്ടെ, എന്തേ മരുന്ന് ഫലിക്കുന്നില്ല. ഇഞ്ചക്ഷൻ കൊടുത്താൽ കേറുന്നുണ്ട്, പക്ഷെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഗുളിക കൊടുത്താൽ കഴിക്കുന്നുണ്ട്, പക്ഷേ കേശനില്ല. അപ്പൊ ആരാണ് ശിഫ? അള്ളയാണ്. അല്ലാഹു ഷാഫി. ഡോക്ടർക്ക് പോലും ചിലപ്പോ പറയുന്നു കൈവിട്ടുപോയി, ഇനി ഞങ്ങളെ കൊണ്ട് പറ്റൂല. ആ സമയത്ത് അല്ലാഹ് പറയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മരണമില്ലാത്ത എല്ലാ രോഗത്തിന്റെയും മരുന്ന് ഖുർആനിലുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈ ആയത്ത് ഓതിയിട്ട് മന്ത്രിച്ചാൽ ഏത് രോഗം മാറും? ഖുൽ ഹുവല്ലാഹു കൊണ്ട് മന്ത്രിച്ചാൽ ഏത് ശൈത്താനും മോതും. അതേ
ഖാല മൂസാ മാ ജീതും ബിഹി സിഹ്ർ ഇന്നല്ലാഹ സബ്തുൽഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. ഈ ആയത്ത് ഓതിയിട്ട് മന്ത്രിച്ചാൽ ഏത് ശൈത്താനും ബാത്തിലാകും. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ ചൊല്ലിയിട്ട് മന്ത്രിച്ചാൽ ഏത് ശൈത്താനും ഓടും. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം ചൊല്ലിയാൽ ഏത് വിഷം കേറൂല. അങ്ങനെയുള്ള ദിക്റും സലാത്തും ഹദ്ദാദും ഖുത്ബിയത്തും മാലി മൗലിദും റാത്തീബും മഹാന്മാരെ തവസ്സുലാക്കി ചൊല്ലി ഊതിയ ശൈത്താനും പോകും, രോഗം മാറും. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് വിരുദ്ധമല്ലാത്ത, സുന്നത്ത് ജമാഅത്തിന്റെ ശരീഅത്തിൽ അധിഷ്ഠിതമായ ഏത് കാര്യം നടത്തുന്നതിനും അള്ളാഹും റസൂലും നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ട് മൗലിദോദാം, റാത്തീബിയല്ല, ദിക്റ് ചൊല്ല. ആണിന്റെ വേഷത്തിലും പെണ്ണിന്റെ വേഷത്തിലും ഹിജാബോടുകൂടെ നിൽക്കണം. ആണും പെണ്ണും ഇടകലരുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്ത് പുരോഗമനം പറഞ്ഞാലും ദീന് വിട്ടിട്ടുള്ള കളി നമുക്കില്ല. നമുക്ക് ദുന്യാവല്ല വലുത്, ആഖിറമാണ്. ഏറിക്കവിഞ്ഞ 60-70 കൊല്ലേ നമ്മൾ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ദുന്യാവ് പോകും, ആഖിറത്തില. നമ്മുടെ വാപ്പാന്റെ വാപ്പ എവിടെ? ഖബറില. നമ്മുടെ വല്യുപ്പാമാരെവിടെ? ഖബറില. അടുത്ത തലമുറ വരുമ്പോ നമ്മുടെ വാപ്പ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലരും ഖബറിലായിട്ടുണ്ടാകും. എന്റെ ഉമ്മത്ത് 60-70 ഇടയിൽ മരിച്ചു പോകുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ 63 വഫാത്തായി. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 63 വഫാത്തായി. ഒട്ടുമിക്ക മഹാന്മാരും 63 വിട്ട് കടന്നിട്ടില്ല. 60-70 കണക്കൂട്ടിയാൽ മതി. പിന്നെ 90, 85, 75 ഒക്കെ കിട്ടിയാൽ അത് അള്ളാഹ് തരുന്ന ഒരു ഔദാര്യാണ്, അത് പരീക്ഷണാണ്. ചിലപ്പോൾ ഹൈറാവും, ചിലപ്പോൾ ഷർറാവും. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, പൊരുത്തത്തിലായി, സിഹത്തിലായി, ഇസ്സത്തിലായി, ഹിമ്മത്തിലായി, റാഹത്തിലായി അല്ലാഹു നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും എത്തിത്തരട്ടെ. ആമീൻ. ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള ഖബൂലിയത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു 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 അല്ലാഹു